ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം ഒരു മാസം കഴിഞ്ഞിട്ടും തുറന്നില്ല. ദുരിതം പേറി യാത്രക്കാരും വ്യാപാരികളും ബസ് ജീവനക്കാരും. പലതവണ നഗരസഭാ അധികൃതരെ പരാതി അറിയിച്ചെങ്കിലും ഒരു നടപടിയുമായില്ല. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരാണ് നഗരസഭാ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട തിരൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം തുറന്നുകൊടുക്കാത്തതാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിനിടയാക്കിയത്. കഴിഞ്ഞ മാസം 28-നാണ് ശൗചാലയം അടച്ചത്. പണി തീർത്ത് ഒരാഴ്ചക്കകം തുറക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ ഒരു മാസത്തിനടുത്തായിട്ടും പ്രവൃത്തികൾ പൂർത്തീകരിക്കാനോ തുറക്കാനോ ഒരു നടപടിയുമായില്ല. ടാങ്ക് മാറ്റുന്നതിനായാണ് അടച്ചിട്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. പലതവണ നഗരസഭാ അധികൃതരെ അറിയിച്ചുവെങ്കിലും അനുകൂല സമീപനം ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ 28-ാം തീയതി ഇവിടുത്തെ ബാത്റൂം അടച്ചിട്ടതാണ്. ഇത്ര ആയിരക്കണക്കിന് തൊഴിലാളികളും 10,000-കണക്കിന് ജനങ്ങളും വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഇത്ര വലിയ ബസ് സ്റ്റാൻഡ് ഈ അധികാരികളോട് എല്ലാ വിഭാഗം ആൾക്കാരും, തൊഴിലാളി സംഘടന, മുതലാളിമാർ എല്ലാവരും ഞങ്ങൾ പോയി പറഞ്ഞതാണ്. 2 ദിവസം കഴിഞ്ഞാൽ തുറക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഇന്ന് 24-ാം തീയതി 28-ാം തീയതി അടച്ചതാണ്. ഞങ്ങൾക്കിവിടെ ഞങ്ങളെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് ഈ അധികാരികൾ പെട്ടെന്ന് നാളെ തന്നെ അത് തുറന്ന് തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കണം. ഓരോരുത്തർ കോഴിക്കോട്ടു നിന്നും മഞ്ചേരിയിൽ നിന്നും ഗുരുവായൂരിൽ നിന്നും പാഞ്ഞ് വന്നിട്ട് ഇവിടെ ആണുങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇവിടെ ബസ്സിൻ്റെ ചോട്ടെങ്കിലും ഇരുന്ന് കാര്യം സാധിക്കാം. ഈ സ്ത്രീകൾ ഞങ്ങൾ അനവധി കാണാനാണ്. ആ അതിലേക്ക് നോക്കി ആൾക്കാർ ഇത് കാര്യം സാധിച്ച് പോയിരിക്കുന്നത്. ആൾക്കാർ കംപ്ലീറ്റ് ഈ വെയിറ്റ് ഷെഡിൽ ഇരിക്കുക, കാര്യം സാധിക്കുക, പേപ്പർ ഇട്ട് മൂടുക, പോവുക. ഇതെങ്കിലും കണ്ടിട്ട് അധികാരികളെ കണ്ണ് തുറക്കണം. നാളെ തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരണം. ഇവിടെ ഞങ്ങൾക്ക് പോലും ഇവിടെ സ്റ്റാൻഡ് ഫീസ് പിരിക്കുന്ന ആളാണ് ഞാൻ. ഇത് കൊല്ലത്തിന് വിളിച്ചെടുക്കുന്നതാണ്. ഇതുപോലും തരാൻ ബസ്സുകാർ വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിപ്പോൾ ചെമ്മാട് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ചെമ്മാടുന്ന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗകര്യമില്ല. പിന്നെ നമ്മൾ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ചെമ്മാട് എത്തുന്ന വരെ സഹിച്ച് നിൽക്കണം. നമ്മളെ ഡ്രൈവർ ഇപ്പോൾ മൂത്രക്കടച്ചിൽ വരെ വന്നിട്ട് ആൾ ലീവിലാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വെയിറ്റ് ഷെഡിൻ്റെ ഒക്കെ കോലതാണ്. നമ്മൾ എത്ര പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർ നാളെ ശരിയാക്കും, മറ്റന്നാൾ ശരിയാക്കും എന്ന് പറയില്ല. ഇതുവരെ ശരിയായി കിട്ടുന്നില്ല. അതിനിപ്പോൾ ഇവിടെ യൂണിയനും ഇവരൊക്കെ തീരുമാനിച്ച് എന്തെങ്കിലും നടപടി എടുക്കണമെന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. ദീർഘദൂര യാത്രക്കാരടക്കം ആയിരങ്ങളാണ് തിരൂർ ബസ് സ്റ്റാൻഡിലെത്തുന്നത്. പലരും സമീപത്തെ ഹോട്ടലുകളെയും പള്ളികളെയുമാണ് ആശ്രയിക്കുന്നത്. സ്ത്രീ യാത്രക്കാരാണ് കൂടുതലും പ്രയാസം അനുഭവിക്കുന്നത്. യാത്രക്കാരുടെ പ്രയാസം ഉൾപ്പെടെ നഗരസഭാ അധികൃതർ അറിയിച്ചുവെങ്കിലും വിഷയം ഗൗരവത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു ബസ് സ്റ്റാൻഡാണ് തിരൂർ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടായ കാലം മുതൽക്ക് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഒരു വർഷത്തിൽ 3, 4, 5 മാസങ്ങൾ ഈ ബാത്റൂം അടഞ്ഞു കിടക്കലാണ് പതിവ്. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ വരില്ല. എടുക്കുന്ന പണികൾ ഓരോരോ ഘട്ടത്തിലും ചെയ്യുമ്പോഴും ചെറിയ വർക്കുകളും ചെയ്തുകൊണ്ട് ഈ ടാങ്ക് വൃത്തിയാക്കുക, ടാങ്ക് അടച്ചിടുക, ടാങ്ക് അവിടെ കെട്ടി ഇവിടെ കെട്ടി എന്ന് പറഞ്ഞിട്ട് പല പ്രലോഭനങ്ങളും പറഞ്ഞിട്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഭരണക്കാരും വിളിച്ചു പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ശരിയാവും, 2 ദിവസം കൊണ്ട് ശരിയാവുന്നത്. ഇവിടെ 100 കണക്കിന് തൊഴിലാളികൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ്സിൽ ജോലി എടുക്കുമ്പോൾ അവരെ പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന ഇതില്ല. അതേമാതിരി ഏറ്റവും കൂടുതൽ അന്യ തൊഴിലാളികൾ ജോലി എടുക്കുന്ന ഒരു മേഖലയാണ് തിരൂരിൻ്റെ പ്രദേശങ്ങൾ. അവരെല്ലാവരും അതേമാതിരി യാത്രക്കാർ, വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ബാത്റൂം കാരണം ഭയങ്കര പ്രയാസം. പറയുമ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിൽ 2 ബാത്റൂമുകളുണ്ട്. 2ഉം ഇതേമാതിരി അടച്ചിട്ട് കൊണ്ടാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം മുനിസിപ്പാലിറ്റിനായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പറയും 2 ദിവസം നാളെ ഉദ്ഘാടനം ചെയ്യും, നാളെ ഈ പരിപാടി തുടങ്ങുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് നടത്തിയിട്ടില്ല. ഇതാണ് മുന്നോട്ട് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ബസ്സുകൾ നിർത്തിടേണ്ട അവസ്ഥയിലേക്കാണ് പോകേണ്ടത്. കാരണം ഒരു സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഈ പോലുള്ള ഹോട്ടലുകളൊക്കെ ബാത്റൂമുകൾ അടഞ്ഞു കിടക്കണം. അവർക്ക് ഈ ബസ് സ്റ്റാൻഡിൽ വന്നാൽ ദൂര സ്ഥലത്തുള്ള യാത്രക്കാർ വന്നാൽ എന്ത് ചെയ്യാനാണ് സാധിക്കുക? ഇതിനൊരു ഒരു ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ഞങ്ങൾ സമര നടപടിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. പ്രത്യേകിച്ച് തൊഴിലാളികൾ ജോലിക്ക് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇനിയും തുറക്കാൻ നടപടിയായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. അതേസമയം കൂടുതൽ പ്രവർത്തികൾ ഉണ്ടായത് കാരണമാണ് തുറക്കാൻ വൈകുന്നതെന്നും പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടുത്ത ദിവസം തന്നെ തുറന്നു നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു.